To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ DNA സ്ട്രക്ചർ പഠിച്ചു. കഴിഞ്ഞ പാർട്ടിൽ ചാർഗാവ്സ് റൂളും അതേ തുടർന്ന് DNA പാക്കേജിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് DNA എങ്ങനെയാണ് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയി എന്ന് പ്രൂവ് ചെയ്തതും DNA എന്തുകൊണ്ടാണ് ഒരു ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നു എന്നതുമാണ്. ആദ്യമായിട്ട് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് കുറച്ച് എക്സ്പെരിമെന്റ്സ് നടത്തിയത് ആരാണ്? ഗ്രിഗർ ജോൺ മെൻഡൽ. 1865 ആയപ്പോഴേക്കും അദ്ദേഹം തന്റെ വർക്ക് പബ്ലിഷ് ചെയ്തു. തുടർന്ന് 1869 ഫ്രെഡറിക് മീഷർ ന്യൂക്ലിയൻ എന്ന അസിഡിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ന്യൂക്ലിയസിനകത്ത് കണ്ടുപിടിച്ചു. 1889 ഓൾട്ട്മാൻ അതിനെ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിച്ചു. 1900 ആയപ്പോഴേക്കും മെൻഡലിന്റെ വർക്കുകളെല്ലാം തന്നെ റീഡിസ്കവർ ചെയ്യപ്പെട്ടു. 1902 സട്ടനും ബോവറിയും ക്രോമസോം തിയറിയും പ്രപ്പോസ് ചെയ്തു. കാരണം ആ സമയമായപ്പോഴേക്കും നമ്മുടെ മൈക്രോസ്കോപ്പി ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് 1926 ആയപ്പോഴേക്കും നമുക്ക് ന്യൂക്ലിയസിനകത്ത് 3 മോളിക്യൂൾസ് കണ്ടെത്താൻ കഴിഞ്ഞു: DNA, RNA, പ്രോട്ടീൻ. പക്ഷേ അന്നും നമുക്ക് വ്യക്തതയില്ല ഇതിലേതാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. അതായത് പേരൻസിൽ നിന്നും ക്യാരക്ടേഴ്സിനെ കുട്ടികളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് അന്നും കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ന്യൂക്ലിയസിൽ 3 ഉണ്ട്: DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇതിലേതുമാകാം അല്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ സയന്റിസ്റ്റ് അവരുടെ പഠനങ്ങൾ തുടങ്ങി. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചത് ഗ്രിഫിത്ത് എന്നൊരു സയന്റിസ്റ്റാണ്, ഫ്രെഡറിക് ഗ്രിഫിത്ത്. 1928 അദ്ദേഹം തന്റെ പഠനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം പഠിച്ചത് ഒരു പ്രത്യേകതരം ബാക്ടീരിയയിലായിരുന്നു, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അഥവാ ഡിപ്ലോകോക്കസ് ന്യൂമോണിയെ ഓർ ന്യൂമോകോക്കസ് ബാക്ടീരിയ. ഈ ബാക്ടീരിയം ആ പേര് പറയുന്നത് പോലെ തന്നെ ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയമാണ്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് 2 തരം സ്ട്രെയിൻസ് ആണ് ഉള്ളത്. ഈ ബാക്ടീരിയയിലെ പല വിഭാഗങ്ങളെ നമ്മൾ സ്ട്രെയിനുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയിൽ 2 സ്ട്രെയിൻസ് ഉണ്ടാണ്, ഒരു എസ് സ്ട്രെയിനും ഒരു ആർ സ്ട്രെയിനും. അപ്പോൾ എന്താണ് ഇതിന്റെ വ്യത്യാസം? എസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്മൂത്ത് എന്നും ആർ എന്ന് പറയുന്നത് റഫുമാണ്. റഫ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതിൻ്റെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അതേസമയം എസ് സ്ട്രെയിൻ, സ്മൂത്ത് സ്ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു പോളിസാക്കറൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാക്ടീരിയ സ്മൂത്ത് ആണ്. ഇതിൽ സ്മൂത്ത് ബാക്ടീരിയ അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ വിറുലൻ്റ് ആണ്. വിറുലൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിന് രോഗം വരുത്താൻ കഴിയും. അതായത് ആ എസ് സ്ട്രെയിൻ ആരുടെയെങ്കിലും അകത്ത് ചെല്ലുകയാണെങ്കിൽ അവർക്ക് ന്യൂമോണിയ ഉണ്ടാവും. അതേസമയം ആർ സ്ട്രെയിൻ ആണ് ചെല്ലുന്നതെങ്കിലോ ന്യൂമോണിയ ഉണ്ടാകില്ല. അതിന് നോൺ വിറുലൻ, അതിന് രോഗം വരുത്താനുള്ള കഴിവ് ഇല്ല. ഓക്കെ, അപ്പം എപ്പോഴും ഓർത്തോളണം, നമ്മൾ സാധാരണ ഒരാളെ കുറിച്ച് പറയുമ്പോൾ റഫാണെന്ന് പറയുമ്പോൾ ഒക്കൊള്ളില്ല, സ്മൂത്ത് ആണ് നല്ലത് അല്ലേ? പക്ഷെ ഇവിടെ ആരാ വില്ലൻ? സ്മൂത്ത് ആണ് വില്ലൻ, റഫ് അപകടകാരിയല്ല. ഓക്കെ, അത് ഓർത്തോളൂ. അപ്പൊ ഇനി ഇദ്ദേഹം ഈ എക്സ്പെരിമെന്റ്സ് നടത്തിയത് മൈസിലാണ്, എലികളിൽ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗ്രിഫിത്തിന്റെ ഈ എക്സ്പെരിമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രിഫിത്ത്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എൻറ്റയർ ചേഞ്ച് അല്ലെ? ട്രാൻസ്ഫോം ആവുക, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുക. അതായത് ഒരു ജീവിതകാലത്ത് തന്നെ ഒരു ജീവി എൻറ്റയർലി ട്രാൻസ്ഫോം ചെയ്ത് മറ്റൊന്നായി മാറുന്നു. അതെങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ അദ്ദേഹം 2 തരത്തിലുള്ള ബാക്ടീരിയ ഉപയോഗിച്ചെന്ന് പറഞ്ഞു, എസ് ടൈപ്പും ആർ ടൈപ്പും. എസ് ടൈപ്പ് ന്യൂമോണിയ കോസ് ചെയ്യും. അദ്ദേഹം കുറച്ച് എലികളിലാണ് തന്റെ ഗവേഷണം നടത്തിയത്. അപ്പോൾ ആദ്യം അദ്ദേഹം എസ് ടൈപ്പിനെ ഇഞ്ചെക്ട് ചെയ്തു എലികളിൽ. അപ്പോൾ എലി എന്ത് ചെയ്തു? എലി ചത്തുപോയി, ബിക്കോസ് ന്യൂമോണിയ വന്നു അല്ലേ? ഇനി രണ്ടാമത്തെ എന്ത് ചെയ്തു? ആർ ടൈപ്പ്. പക്ഷേ എലിക്ക് കുഴപ്പമൊന്നും, എലി ഹാപ്പി ആയിട്ട് നടപ്പുണ്ട്. കാരണം എന്താ? ആർ ടൈപ്പിന് അസുഖം വരുത്താൻ കഴിയില്ല അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും എസ് ടൈപ്പ് വിറുലന്റ് ആണ്, ആർ ടൈപ്പ് നോൺ വിറുലന്റ് ആണ്. ഇനി എസ് ടൈപ്പിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ ആ ബാക്ടീരിയ എല്ലാം ചത്തുപോയി. അപ്പൊ ഹീറ്റ് കിൽഡ് എസിനെ ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം ചത്തു കഴിഞ്ഞാൽ അത്ര ഹാംഫുൾ ഒന്നുമല്ല, അതിനെ ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ എലി വീണ്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു, കാരണം അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഹീറ്റ് കിൽഡ് എസ് അല്ലേ ഇഞ്ചെക്ട് ചെയ്തത്. അടുത്ത തവണ അദ്ദേഹം എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ് എസും ആർ സ്ട്രെയിനും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇത് രണ്ടിനും അസുഖം വരുത്താൻ കഴിവില്ല. ഹീറ്റ് കിൽഡ് എസിനും പറ്റില്ല, ആർ സ്ട്രെയിനും പറ്റില്ല. പക്ഷേ എന്തു പറ്റി? അദ്ദേഹം കണ്ടു ആ എലികളെല്ലാം ചത്തുപോയി, ന്യൂമോണിയ വന്ന് ചത്തുപോയി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്തു പറ്റി? ഇതിന്റെ രണ്ടിനും രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തപ്പോൾ എലികളെല്ലാം ചത്തുപോയി. എലികൾ ചാകണമെങ്കിൽ എന്ത് വേണം? ന്യൂമോണിയ വരണം. ന്യൂമോണിയ വരണമെങ്കിൽ എന്ത് വേണം? എസ് സ്ട്രെയിൻ വേണം. ഇവിടെ എസ് സ്ട്രെയിനെ നമ്മൾ കൊന്നതിന് ജീവനിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് പ്രകൃതി നിയമത്തിലില്ല അല്ലെ? മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു, അതിനെ ആർക്കും ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ എന്തുണ്ടാകാം? ഈ പാവം പിടിച്ച ഈ ആർ സ്ട്രെയിനെ എന്താക്കി മാറ്റാം?
എസ്ട്രെയിൻ ആക്കി മാറ്റാം, വില്ലനാക്കാം അല്ലേ. അപ്പോൾ അതിന് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഹീറ്റ് കിൽഡ് ചത്തെങ്കിൽ കൂടിയും അതിൽ നിന്നുള്ള ചില ഘടകങ്ങൾ ഏതിലേക്ക് വന്നു? നമ്മുടെ ആറിൽ വന്നിട്ട് അതിനെ പോലെയുള്ള ഒരു ഉപദ്രവകാരിയാക്കി മാറ്റി. അപ്പൊ ആരാണ് ഇവിടെ ട്രാൻസ്ഫോം ആയത്? ആറാണ് ഇവിടെ ട്രാൻസ്ഫോം ആയത്. കാരണം ഇദ്ദേഹം ഈ ചത്ത എലികളിൽ ഓട്ടോപ്സി നടത്തി, അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തി. എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് എന്താ കിട്ടിയത്? ലൈവ് എസ് എൽ കിട്ടി. അപ്പോൾ എന്താ ലൈവ് എസ് നമ്മൾ ഇൻജെക്ട് ചെയ്തോ? ഇല്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഈ ആറല്ല എന്തായിട്ട് മാറി? എസ് ആയിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു ജനറ്റിക് മെറ്റീരിയൽ, അതായത് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണമല്ലോ. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ ഏതിലേക്ക് വന്നു? നമ്മുടെ ചത്തുപോയ എസ് സ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് വന്ന ആർ സ്ട്രെയിനെ എസ് ആക്കി ട്രാൻസ്ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ. അപ്പോൾ എപ്പോൾ നിങ്ങൾ എക്സ്പെരിമെന്റ് പഠിച്ചാലും ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ പഠനങ്ങൾ അവിടെ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളോട് കൂടി തന്നെ കൺക്ലൂഡ് ചെയ്യുകയായിരുന്നു. ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെന്റ് പിന്നീട് അദ്ദേഹം തുടർന്നില്ലെങ്കിലും 1933 മുതൽ 44 വരെ വേറെ 3 സയന്റിസ്റ്റ് ഇതിനെ എവിടെ ഗ്രിഫിത്ത് നിർത്തിയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ കണ്ടിന്യൂസ് റിസർച്ച് ഇതിൽ കൂടുതൽ ഐഡിയ കൊണ്ടുവന്നു. അതായത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ആരൊക്കെയാണ് ആ സയന്റിസ്റ്റ്? ഓസ്വാൾഡ് എവറി, കോളിൻ മക്ലോഡ് ആൻഡ് മാക്ലിൻ മെക്കാർത്തി. അപ്പോൾ ഈ 3 സയന്റിസ്റ്റ് ആണ് റീഡിസ്കവറേഴ്സ് ഓഫ് ഗ്രിഫിത്ത്സ് എക്സ്പെരിമെന്റ്. ഓർ അവരെ കണ്ടിന്യൂ ചെയ്തു ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിനെ. എങ്ങനെയാണെന്ന് നോക്കാം. അവര് 6 ബാക്ടീരിയക്കകത്ത് നമ്മൾ എന്താ കണ്ടത്? ഒരു ലൈവ് എസിനെ അല്ലേ കണ്ടത്? ആ എസ്ട്രെയിൻ ബാക്ടീരിയ അവർ തിരിച്ചെടുത്തിട്ട് അവരതിനെ ഫ്രാഗ്മെന്റ് ചെയ്തു. അതായത് അതിന്റെ കോമ്പണൻസിനെ അവർ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പൊ മെയിൻ ആയിട്ട് അതിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്. അത് 3നെയും സെപ്പറേറ്റ് ആക്കി. അതിനുശേഷം അവർ 3 കൾച്ചർ പ്ലേറ്റ്സ് എടുത്തു. 6 ബാക്ടീരിയയാണ് അതിൽ കൾച്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ കൾച്ചർ പ്ലേറ്റിലേക്കും അവർ ഓരോന്ന് ആഡ് ചെയ്തു. ഒരെണ്ണത്തിലേക്ക് ഇതിൽ 6 ഉണ്ട്, 3ലും 6 ബാക്ടീരിയം ഉണ്ട്, അതിന്റെ കൂടെ പ്രോട്ടീൻ ആഡ് ചെയ്തു. രണ്ടാമത്തേതിൽ DNA ആഡ് ചെയ്തു. മൂന്നാമത്തേതിൽ RNA ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ അവർക്ക് എസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. RNA ആഡ് ചെയ്തപ്പോഴും എസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ DNA ഈ എസ്ട്രെയിനിൽ നിന്ന് എടുത്ത DNA ആഡ് ചെയ്തപ്പോൾ ഈ R എന്തായിട്ട് മാറി? എസ് ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അല്ലെ, ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ എന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിംഗ് എ പാർട്ട് ഓഫ് DNA ഫ്രം എ ഡോണർ ഓർ എ സറൗണ്ടിങ് മീഡിയം. അതായത് ഇവിടെ ഈ കേസിൽ ചത്തുപോയ അല്ലെങ്കിൽ ജീവനില്ലാത്ത ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ആണെങ്കിലും മറ്റ് ഏതെങ്കിലും ജീവികളിൽ നിന്നോ സറൗണ്ടിങ്ങിൽ നിന്നോ, അതായതാണ് ഡോണർ, ആ ഡോണറിൽ നിന്നും DNA ഒരു റെസിപ്പിയന്റിലേക്ക് പോവുകയും ആ റെസിപ്പിയന്റിനെ സ്വഭാവം മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ആറും എസ് ആയിട്ട് മാറി. അപ്പൊ ഇത് രണ്ടിലും ആയില്ല, ഇതിന് മാത്രമേ അത് സംഭവിച്ചുള്ളൂ. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും അത് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ അവർ മറ്റൊരു രീതിയിലും ഈ പഠനം തുടർന്നു. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ മിക്സ്ചറിലേക്ക്, അതായത് എസും ആഡ് ചെയ്തു, ഹീറ്റ് കിൽഡ് എസും ആറും ചെയ്ത മിക്സ്ചർ ഉണ്ടല്ലോ, അതിൽ തന്നെ അവര് ആദ്യം പ്രോട്ടീസ് എൻസൈം ആഡ് ചെയ്ത് നോക്കി. പ്രോട്ടിയേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. അപ്പൊ പ്രോട്ടീനെ ആ മിക്സറിൽ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ എന്നിട്ട് ഇഞ്ചെക്ട് ചെയ്തപ്പോഴും മൈസ് ചാവുന്നുണ്ട്, ന്യൂമോണിയ വന്ന്. അപ്പോൾ പ്രോട്ടീൻ അല്ല നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് RNAs ചെയ്ത് നോക്കിയപ്പോഴും, അതായത് RNAs എന്ന് പറയുന്നത് എൻസൈമാണ്, അത് RNA ഡൈജസ്റ്റ് ചെയ്തു എന്നിട്ട് ഇഞ്ചെക്ട് ചെയ്തു, അപ്പോഴും മൈസിന് ന്യൂമോണിയ വരുന്നുണ്ട്. അപ്പോൾ RNA അല്ല ആ ജനറ്റിക് മെറ്റീരിയൽ. മൂന്നാമത് അവര് DNase ആഡ് ചെയ്തു. DNase എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. അത് ആഡ് ചെയ്തപ്പോഴാണ് മൈസിനൊന്നും ന്യൂമോണിയ വന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ DNA ആണ് ഈ ഹീറ്റ് കിൽഡ് എസിൽ നിന്ന് ആറിലേക്ക് പോകുന്നതെന്ന്. അങ്ങനെ അവർ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്തു. പക്ഷേ അപ്പോഴും ബയോളജിക്കൽ വേൾഡിലെ സംശയം വീണ്ടും ബാക്കി. ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ്, ഈ 2 സയന്റിസ്റ്റ് പിന്നീട് നടത്തിയ എക്സ്പെരിമെന്റ് 1952 നടത്തിയ എക്സ്പെരിമെന്റിലാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടത്. അതിനുശേഷം പിന്നെ ഈ മേഖലയിൽ ഒരു എക്സ്പെരിമെന്റ് ആവശ്യം വന്നില്ല. ഓക്കെ, അവരുടെ എക്സ്പെരിമെന്റ് നടത്തിയത് ബാക്ടീരിയോ ഫേജസിലാണ്. ഫേജ് എന്ന് പറയുമ്പോൾ ഓർത്തോളുക, അത് വൈറസ് ആണ്. ആ പേര് കേൾക്കുമ്പോൾ ബാക്ടീരിയ ആണെന്ന് തോന്നുമെങ്കിലും ഫേജ് വൈറസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ ബാക്ടീരിയോ ഫേജ് എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവരെടുത്തത് ബാക്ടീരിയോ ഫേജിനെയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്ടീരിയോ ഫേജ് എങ്ങനെ ഒരു ബാക്ടീരിയത്തിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നതാണ്. അതായത് ഒരു ബാക്ടീരിയോ ഫേജിന്
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്കറിയാം വൈറസിന് സെല്ലൊന്നും ഇല്ല അല്ലെ, അതിന് രണ്ട് പാർട്സേ ഉള്ളൂ, ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ DNA യോ RNA യോ എന്ന് വേണമെങ്കിൽ ആകാം. അപ്പോൾ ഇവിടെയും പ്രോട്ടീൻ കോട്ടും DNA-യുമാണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. ഇതിങ്ങനെ ഒരു ബാക്ടീരിയത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇതൊരു ബാക്ടീരിയയാണ്, അതിന്റെ പുറത്ത് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് എന്തിനെ മാത്രമേ അകത്തോട്ട് പോകുള്ളൂ? ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. ഈ പ്രോട്ടീൻ ഒരു വലിയ മോളിക്യൂളാണ്, അത് ബാക്ടീരിയയുടെ അകത്ത് പോകില്ല. ജനറ്റിക് മെറ്റീരിയലായ DNA മാത്രമാണ് അകത്തേക്ക് വരുന്നത്. ഇതിപ്പോ ബാക്ടീരിയയുടെ DNA ആണെന്ന് വിചാരിക്കുക. അതിന്റെ DNA കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് അതിന്റെ DNA മാത്രം അകത്ത് വന്നു. ഈ DNA ഈ ബാക്ടീരിയയുടെ DNA ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. പിന്നീട് ബാക്ടീരിയൽ DNA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഈ വൈറസിന്റെ DNA മൾട്ടിപ്ലൈ ചെയ്ത് അവ പിന്നീട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കി അങ്ങനെ വളരെ കൂടുതൽ നമ്പറിൽ ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് അതിന്റെ സാധാരണ രീതിയിലുള്ള ഇൻഫെക്ഷ്യസ് സ്റ്റൈൽ. അപ്പോൾ അന്ന് ഇവർക്ക് അറിയേണ്ടിയിരുന്നത്, ഇപ്പൊ നമുക്കിത് അറിയാം, പക്ഷെ അന്ന് ഈ ശാസ്ത്രജ്ഞർ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഏത് പാർട്ടാണ് അകത്തേക്ക് പോകുന്നത്, അതായത് പ്രോട്ടീൻ കോട്ടാണോ അകത്തേക്ക് പോകുന്നത് അതോ DNA ആണോ? അതായിരിക്കുമല്ലോ ഇപ്പൊ ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ പ്രോട്ടീൻ ആണ് പോകുന്നതെങ്കിൽ പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ, DNA ആണ് പോകുന്നതെങ്കിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അതായിരുന്നു അവരുടെ പരീക്ഷണം. അപ്പൊ അതിനായിട്ട് അവർ 2 കൾച്ചർ പ്ലേസ് ഉണ്ടാക്കി. രണ്ടിലും അവര് ബാക്ടീരിയോ ഫേജസിനെ കൾച്ചർ ചെയ്തു. പക്ഷേ ഒരെണ്ണത്തിൽ അവർ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നു, മറ്റൊന്നിൽ അവർ റേഡിയോ ആക്റ്റീവ് സൾഫറും ഉപയോഗിച്ചു. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇവിടെ എന്തിനാണ് ഈ ഫോസ്ഫറസ് സൾഫർ ഉപയോഗിച്ചാൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ബാക്ടീരിയ ഫേജിന് ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ജനറ്റിക് മെറ്റീരിയലും അല്ലേ ഉള്ളത്. അപ്പോൾ പ്രോട്ടീൻ കോട്ടില് പ്രോട്ടീനിന്റെ ഒരു പാർട്ടാണ് സൾഫർ, അതുകൊണ്ടാണ് റേഡിയോ ആക്റ്റീവ് സൾഫർ എടുത്തത്. അതുപോലെ DNA-യുടെ ഒരു പാർട്ടാണ് ഫോസ്ഫറസ്, അതുകൊണ്ടാണ് ഇവിടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എടുത്തത്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ കുറച്ച് നാൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന പുതിയ വൈറസിന്റെയൊക്കെ ഏത് പാർട്ടായിരിക്കും റേഡിയോ ആക്റ്റീവ്? ഫോസ്ഫറസ് എവിടെയാ? DNA-യിൽ അല്ലേ. അപ്പൊ DNA റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ റേഡിയോ ആക്റ്റീവിനെ റെഡ് കളറിൽ വരയ്ക്കാം. അതേപോലെ സൾഫറിൽ കൾച്ചർ ചെയ്ത എല്ലാത്തിലും എന്തായിരിക്കും? പ്രോട്ടീൻ കോട്ടായിരിക്കും റേഡിയോ ആക്റ്റീവ്. അതേസമയം DNA എന്തായിരിക്കും? നോർമൽ ആയിരിക്കും അല്ലെ. DNA-യിൽ റേഡിയോ ആക്ടിവിറ്റി ഒന്നും ബാധിച്ചിട്ടില്ല. അങ്ങനെ 2 ടൈപ്പാണ് അവർക്ക് ലഭിച്ചത്. തുടർന്ന് അവരുടെ പരീക്ഷണത്തിനായിട്ട് അവർ ഉപയോഗിച്ചത് എസ്കരീഷ്യ കോളൈ ബാക്ടീരിയ ആയിരുന്നു. എസ്കരീഷ്യ കോളൈ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഗട്ടിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയ ആണ്. അത് നമ്മൾ ബയോടെക്നോളജിയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 12ാം ക്ലാസ്സിലെ പല സ്ഥലത്തും നിങ്ങൾ ഈ എസ്കരീഷ്യ കോളൈ വീണ്ടും വീണ്ടും കേൾക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള വൈറസസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് റേഡിയോ ആക്റ്റീവ് കോട്ടിംഗ് ഉള്ളത് അല്ലെ, അവിടെ എന്താണുള്ളത്? റേഡിയോ ആക്റ്റീവ് സൾഫർ അല്ലെ. മറ്റൊന്നില് റേഡിയോ ആക്റ്റീവ് DNA അഥവാ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള, അങ്ങനെ 2 തരത്തിലുള്ള ബാക്ടീരിയോ ഫേജസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സയന്റിസ്റ്റ് ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ അവർ ഇതിനെ ഈ ബാക്ടീരിയോ ഫേജസ്, അതായത് റേഡിയോ ആക്ടിവിറ്റി ഉള്ള ബാക്ടീരിയോ ഫേജസിനെ എസ്കരീഷ്യ കോളൈനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചു. അപ്പോൾ അവർക്ക് അറിയേണ്ടിയിരുന്നത് എന്താണ് ഇൻഫെക്ഷൻസ് ഏജന്റ്, പ്രോട്ടീൻ ആണോ അകത്ത് പോകുന്ന ഇൻഫെക്ഷ്യസ് ഏജന്റ് അതോ DNA ആണോ എന്നുള്ളതാണ്. ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഇതിന് ഈ എക്സ്പെരിമെന്റ് 3 സ്റ്റെപ്പിലായിട്ടാണ് അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തിയത്. ആദ്യത്തേത് ഇൻഫെക്ഷൻ സ്റ്റേജ്, അതായത് ബാക്ടീരിയോ ഫേജിനെ ഇൻഫെക്ട് ചെയ്യാൻ അനുവദിച്ചു. ഇനി ആ ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പാർട്ട് അകത്ത് പോവും, ഒരു പാർട്ട് പുറത്തിരിക്കും. പക്ഷെ അത് ആ പുറത്ത് ഒട്ടിപ്പിടിച്ചിരുന്നാൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവരതിനെ എന്ത് ചെയ്തു? ബ്ലെൻഡ് ചെയ്തു. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് എന്തെങ്കിലും മിക്സ് ചെയ്യില്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്, ബ്ലെൻഡിങ് ചെയ്തു. അതുകൊണ്ട് ഇതിനെ ബ്ലെൻഡർ എക്സ്പെരിമെന്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലെൻഡിങ്. ആ ബ്ലെൻഡിങ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ കോട്ട് അങ്ങ് വിട്ടുമാറി അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? സെൻട്രിഫ്യൂഗേഷന്റെ സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഡെൻസിറ്റി ലെവലിൽ അവർ സെപ്പറേറ്റ് ആയി വരും. അതാണ് നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗേഷൻ പ്രൊസീജിയർ. ഇനി ഇതെങ്ങനെ ഒത്താണെന്ന് നോക്കാം. ആദ്യം ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വൈറസിൽ റേഡിയോ ആക്റ്റീവ് S ലേബിൾഡ് ക്യാപ്സൂൾ, അതായത് ക്യാപ്സൂൾ എന്ന് പറയുന്നത് ആ ഔട്ടർ പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ക്യാപ്സൂൾ എന്തുണ്ടായിരുന്നു? റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇൻഫെക്ഷനെ അനുവദിച്ചു. അതിനുശേഷം അവർ ബ്ലെൻഡ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്തു. അപ്പോൾ അവർക്ക് 2 ലെയർ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഈ ബാക്ടീരിയയുടെ പാർട്ടെല്ലാം പെല്ലറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെഡിമെന്റ് ചെയ്ത് വന്ന, അതിനെ പറയുന്ന പേര് പെല്ലറ്റ് എന്നും, മുകളിൽ കിടന്ന ആ സൂപ്പർ നേറ്റന്റ് അത് ലെസ് ഡെൻസ് ആണ്, അത് വൈറൽ പാർട്ടികളും ആയിരുന്നു. ഓക്കെ, ഇവിടെയാണെങ്കിലോ ഇവിടെ കോട്ടിംഗ് എന്താണ്? നോർമലാണ്. പക്ഷേ അകത്തുള്ള DNA റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ലേബിൾഡ് ആണ്. അതുകൊണ്ടാണ് DNA ഞാൻ റെഡ് കളറിൽ വരച്ചത്.
ഇവിടെ വന്നു, അത് ഇൻഫെക്ട് ചെയ്തു, DNA അകത്ത് പോയി, ഈ പ്രോട്ടീൻ കോട്ട് ബ്ലെൻഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു, അവസാനം കിട്ടിയത് സൈമൾട്ടേനിയസ്ലി ഒരേ സ്റ്റെപ്പാണ് ഫോളോ ചെയ്തത്. ഇനി അവസാനം അവരെടുത്ത് നോക്കിയപ്പോൾ, ഈ ഒരു എക്സ്പെരിമെന്റ് കഴിഞ്ഞ് അവർ നോക്കിയപ്പോൾ ആ സൂപ്പർ നെയ്റ്റന്റില് എന്ത് കണ്ടു? റേഡിയോ ആക്ടിവിറ്റീസ് കണ്ടു. അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സൾഫർ എവിടെയായിരുന്നു പ്രസന്റ്? സൂപ്പർ നെയ്റ്റന്റ്. അത് ബാക്ടീരിയയുടെ അകത്ത് വന്നില്ല. ഓക്കെ. അതേസമയം ഈ കേസിലോ എവിടെയാണ് കണ്ടത്? പെല്ലറ്റിനകത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഈ പ്രോട്ടീൻ കോട്ടല്ലേ മേളിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് സൂപ്പർ നെയ്റ്റന്റ് ആയിട്ട്. അപ്പോൾ പ്രോട്ടീൻ ബാക്ടീരിയയുടെ അകത്ത് പോയിട്ടില്ല, കാരണം റേഡിയോ ആക്ടിവിറ്റി അവിടെ എത്തിയിട്ടില്ല അല്ലെ. അതേസമയം DNA കൊടുത്തപ്പോൾ അവിടെ അത് ബാക്ടീരിയ പെല്ലറ്റിലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. അപ്പോൾ അതിന് അല്ലെങ്കിൽ ഇവിടെ എന്ത് പറയാം, സൂപ്പർ നെയ്റ്റന്റ് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചില്ല. അപ്പോൾ ഇതിൽ നിന്ന് അവര് എന്നേക്കുമായി അല്ലെങ്കിൽ വളരെ സംശയാതീതമായി തെളിയിച്ചു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടെങ്കിലും വൈറസസിൽ ഇപ്പോഴും ചിലപ്പോൾ RNA കാണുന്നുണ്ട് അല്ലെ. ചില വൈറസിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ RNA മറ്റുള്ള ഓർഗാനിസത്തിൽ വരാത്തത്? അല്ലെങ്കിൽ ആദ്യം എല്ലാ ജീവജാലങ്ങൾക്കും RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ, പിന്നീട് അത് മാറി മാറിയാണ് DNA ആയിട്ട് വന്നത്. അപ്പോൾ DNAക്ക് RNAക്കാളും എന്ത് പ്രത്യേകതയാണുള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കാൻ? നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണ്, ആ ക്വാളിറ്റീസ് രണ്ടുപേർക്കും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം ഇതിൽ ആരാണ് ഈ ടെസ്റ്റ് പാസ്സാവുന്നത്? അവരാണ് ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ. അപ്പൊ ഇതൊരു കോമ്പറ്റീഷൻ ആണ്. നമ്മുടെ DNAയും RNAയും തമ്മിലൊരു കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ. നമുക്കറിയാം റെപ്ലിക്കേഷൻ എന്താണ്? ഒന്ന് മറ്റൊരു കോപ്പി ഉണ്ടാക്കുന്നതിനാണ് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ DNAക്ക് അതിൻ്റെ മറ്റൊരു കോപ്പി ഉണ്ടാക്കാൻ കഴിയും, എങ്കിൽ മാത്രമേ പുതിയതായിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ രണ്ട് സെല്ലിലും ഈക്വൽ നമ്പർ ഓഫ് DNA കിട്ടുള്ളൂ. അപ്പോൾ DNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. RNAക്കോ? RNAക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഇവർ രണ്ടുപേരും പാസ്സായി, ഈക്വൽ പോയിന്റ്സ് ആണ്. ഇനി സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ജനറ്റിക് മെറ്റീരിയലിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറും അപ്പിയറൻസും ഫിസിയോളജി എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. കാരണം DNA ഇൻഫർമേഷനാണ് ഇതെല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ DNA ഇൻഫർമേഷൻ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി, നമ്മുടെ ഫുൾ പ്രവർത്തനങ്ങളും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ചേഞ്ചസ് വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫിസിയോളജിക്കലി ചേഞ്ചസ് വരണം, ഗ്രോത്ത് നടക്കണം, നാച്ചുറൽ ഏജിങ് പ്രോസസ് അതെല്ലാം സംഭവിക്കണം. അല്ലാതെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പാടില്ല. അതായത് ജനിക്കുമ്പോൾ നമ്മൾക്ക് 2 കാലും കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു 4 കാലമായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അല്ലേ. അപ്പോൾ സ്ലോ ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചേഞ്ചസേ പാടുള്ളൂ, അല്ലാതെ മറ്റ് നമ്മുടെ രൂപമൊന്നും മാറാൻ പാടില്ല. അതാണ് സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ DNA വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അൺറിയാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂളാണ്. പക്ഷേ RNA വരുമ്പോൾ ആ കാര്യത്തിൽ RNA കുറച്ച് പിന്നോട്ടാണ്. കാരണം RNA കുറച്ച് റിയാക്റ്റീവ് ആണ്. DNA പോലെ ഇനേർട്ട് അല്ല, ഇറ്റ് ഈസ് വെരി റിയാക്റ്റീവ്. അത് എന്തുകൊണ്ടാണ് RNA റിയാക്റ്റീവ് ആയിട്ട് മാറുന്നത്? ഒന്നാമത്തെ റീസൺ, നമ്മൾ ആ സ്ട്രക്ചർ ഓഫ് RNA പഠിച്ചപ്പോൾ കണ്ടു, അതിനൊരു 2' ഗ്രൂപ്പ് ഉണ്ട്, അത് DNA-യിലില്ല. അപ്പോൾ OH ഗ്രൂപ്പിന്റെ പ്രസൻസ് അതിനെ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ട് മാറ്റുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു കാറ്റലിസ്റ്റും കൂടിയാണ്. RNA എന്ന് പറയുന്നത് അതിന് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഹൈലി റിയാക്റ്റീവ് ആണ്. മൂന്നാമതായിട്ട് ഇതിൽ യുറാസിലാണുള്ളത്. യുറാസിൽ എന്ന് പറയുന്നത് എന്താണ്? തൈമിന് പകരം യുറാസിലുണ്ട്. DNA-യിൽ തൈമിനാണ്, ഇവിടെ യുറാസിലാണ്. അപ്പൊ DNA തൈമിൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്റ്റേബിളും, ഇത് യുറാസിൽ അൺസ്റ്റേബിളുമാണ്. അപ്പൊ ബിക്കോസ് ഓഫ് ദീസ് 3 റീസൺസ്, ഈ 3 കാരണങ്ങൾ കൊണ്ട് RNA അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഇവിടെ RNA-യുടെ പോയിന്റ് കുറച്ചൊന്ന് കുറഞ്ഞു. ഇനി അടുത്തത് സ്കോപ്പ് ഫോർ സ്ലോ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മുടെ ചേഞ്ചസ്, ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA-യിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അത് പാസ് ഓൺ ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂട്ടേഷൻ വേണമോ വേണ്ടയോ? തീർച്ചയായും വേണം. കാരണം നമുക്ക് എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ മാറുന്ന പരിസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ആ എവല്യൂഷൻ പ്രോസസ്സിൽ വൈപ്പ് ഓഫ് ചെയ്യപ്പെടും, നമ്മളെ തുടച്ചു നീക്കും. അപ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ ഈ സ്ലോ മ്യൂട്ടേഷൻ നടക്കണം. അതായത് ഡ്രാസ്റ്റിക് ആവാൻ പാടില്ല, പെട്ടെന്ന് മാറിപ്പോയാൽ. പക്ഷേ എൻവയൺമെന്റിൽ നടക്കുന്ന ചേഞ്ചസ് വളരെ സ്ലോ അല്ലേ. അപ്പം അതിനനുസരിച്ച് ഒരു സ്ലോ മ്യൂട്ടേഷനെ ആവശ്യമുള്ളൂ. അത് നടത്താൻ ആർക്ക് കഴിയും? DNA-ക്ക്. RNA-ക്ക് മ്യൂട്ടേഷൻ നടത്താൻ കഴിയും, പക്ഷേ RNA റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റർ മ്യൂട്ടേഷൻ ആണ്. അതുകൊണ്ടാണ് പല വൈറസും നമുക്കറിയാം, പല സ്ട്രെയിൻസ് പെട്ടെന്ന് പുതിയ ടൈപ്പ് ഓഫ് വൈറസ് ഉണ്ടാകുന്നു. അതുമല്ല അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനും വളരെ പാടാണ്. കാരണം എന്താ? അവരിങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം മ്യൂട്ടേഷൻ ഉണ്ടോ? ഓക്കെ, രണ്ടുപേരും ക്വാളിഫൈ ചെയ്യും. പക്ഷേ
സ്ലോ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ RNA കുറച്ച് പിന്നിലേക്ക് വരും. അടുത്തത് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് മെൻഡീലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മെന്റൽ പഠിച്ച ക്യാരക്ടേഴ്സ് പോലെ തന്നെ അവ DNA-യിൽ വരും. ആ DNA-യിലൂടെ അവ പ്രോട്ടീനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ആ ക്യാരക്ടർ വിസിബിൾ ആയിരിക്കും. അത് അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യും. അങ്ങനെ എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് അത് ഈ രണ്ടുപേർക്കുമുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്? നമ്മുടെ DNA. അപ്പോൾ അതുകൊണ്ടാണ് DNA ആണ് ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടു DNA ആണ് ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ RNA-യുടെ ഫംഗ്ഷൻസ് എന്താണ്? RNA അഡാപ്റ്റർ മോളിക്യൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുമല്ല RNA പ്രോട്ടീൻ സിന്തസിസിനും ഒരു പ്രധാന റോള് നിർവഹിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ടാക്കണം. പ്രോട്ടീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. നമ്മുടെ ഹോർമോൺസ്, എൻസൈംസ് എല്ലാം എന്താണ്? പ്രോട്ടീൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ എവിടെയാണുള്ളത്? DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻ RNA-യിലോട്ട് കോപ്പി ചെയ്താൽ മാത്രമേ RNA-ക്ക് പ്രോട്ടീനായിട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരിക്കലും DNA-യിൽ നിന്ന് പ്രോട്ടീൻ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. സോ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി എന്ന് പറയുന്നത് RNA ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇതിന് മറ്റ് RNA മോളിക്യൂൾസും ആവശ്യമുണ്ട്. tRNA, rRNA അതെല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ പലതരം RNA ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റിയ ജനറ്റിക് മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ അത് RNA ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ RNA മുകളിൽ വേറൊരു മോളിക്യൂൾ ഉണ്ടാക്കുന്നത്? കുറച്ച് കഷ്ടപ്പാടാണല്ലേ. ആദ്യം RNA ഉണ്ടാക്കിയിട്ട് വേണം പ്രോട്ടീൻ ഉണ്ടാക്കാൻ. എങ്കിലും നമ്മുടെ ബോഡിയിലെ എവല്യൂഷൻ എന്തായി? DNA. കാരണം എന്താണ്? DNA കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അപ്പം സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റിയത് DNA-യും എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുള്ളത് RNA-ക്കുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഇപ്പോൾ നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.